എന്റെ മോളൊരു അമ്മയാവാൻ പോവാ. ഈ സമയത്ത് അവളുടെ സ്വസ്ഥത കളയാൻ നീയുവനും അവിടെ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ആ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇറങ്ങണം. പ്രഗ്നൻസി കൺഫേം ആയിട്ട് പോരെ ആന്റി ഈ അഹങ്കാരം? അതേടാ, പ്രഗ്നൻസി കൺഫേം ആണെന്ന് അറിയാത്തത് കൊണ്ടാ ഞങ്ങൾ ക്ഷമിക്കുന്നത്. എടോ, കുഞ്ഞെന്ന് പറയുന്നത് ഈശ്വരൻ തരുന്നതല്ലേ അക്ഷി? അത് വേണ്ടെന്ന് വെക്കുന്നത് ശരിയാണോ? പൃഥ്വി എന്താ എന്നെ മനസ്സിലാക്കാത്തെ? എന്റെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും പൃഥ്വിയുടെ മനസ്സിൽ യാതൊരു വിലയില്ലേ? അങ്ങനെയാണോ അക്ഷി ഞാൻ പറഞ്ഞത്? താൻ പ്രഗ്നന്റ് ആണെന്ന് സംശയം പറഞ്ഞപ്പോഴേ വീട്ടിലെല്ലാവരുടെയും സന്തോഷം താൻ കണ്ടതല്ലേ? എടോ, അപ്പൊ പിന്നെ ഇത് വേണ്ട ഒഴിവാക്കാൻ പോവാണെന്ന് എങ്ങനെയാ നമ്മൾ എല്ലാവരോടും പറയാ? അതിന് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ആരോടും പറയാതിരുന്നാ പോരെ? അതൊന്നും നടക്കില്ല അക്ഷി. നിനക്കറിയാലോ, ഇത് നമ്മുടെ ഫാമിലി ഡോക്ടറാ. നമ്മൾ മറച്ചു വെച്ചാലും ഡോക്ടർ തന്നെ പോയി എല്ലാവരോടും പറയും. ഇവിടെ താനിങ്ങനെ വിഷമിക്കാതെ. കുഞ്ഞു വന്നതുകൊണ്ട് എനിക്ക് തന്നോടുള്ള സ്നേഹമൊന്നും കുറയാൻ പോകുന്നില്ല. എടോ, പിന്നെ ഡോക്ടർ പറഞ്ഞത് താനും കേട്ടതല്ലേ? എന്തൊക്കെയോ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നല്ലേ? അങ്ങനെയുള്ളപ്പോ അബോർഷൻ നടത്താൻ പോകുന്നതൊക്കെ റിസ്ക് ആണ്. കുഞ്ഞിനെ മാത്രമല്ല, അത് തന്നെയും ബാധിക്കും. അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട. താൻ കേറ് കേറ്. പോവാം. ഗിരിജെ, നമുക്ക് അശ്വതിക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോകണം. പിന്നല്ലാതെ വെറും കൈയോടെ ചെല്ലാൻ പറ്റുമോ? അത് തന്നെ. നമുക്ക് പോകുന്ന വഴിക്ക് കുറച്ച് പച്ചമാങ്ങയും മസാല ദോശയും വാങ്ങിക്കാം. ചേട്ടാ, ഒരു കടയിലൊന്ന് നിർത്തണേ. അതെ, നമുക്ക് കുറച്ച് മധുര പലഹാരം കൂടി വാങ്ങിക്കൊണ്ട് പോവാം. എന്തായാലും നല്ലൊരു വാർത്ത കേട്ടല്ലേ, അപ്പൊ കുറച്ച് മധുരം കൂടി കൊടുത്തിട്ട് പോരാ. ഇത് ഞാൻ നാത്തൂനോട് പറയാനിരിക്കായിരുന്നു. അതെ, നമുക്ക് നോക്കാം കട ഉണ്ടോന്ന്. പോകുന്ന വഴിക്ക് കാണുമല്ലോ. ഈ കടയാ നല്ല കടയാ. ആ, ഇറങ്ങാം. കിരൺ കിരൺ, ദേ നോക്കേ, അപ്പച്ചയും ചെറിയമ്മേ. ദേ കിരണും ദുർഗയല്ലേ അത്? അതെല്ലോ. ചെറിയമ്മ അപ്പച്ചി എന്താ ഇവിടെ? ഞങ്ങൾ എവിടെ നിന്നാ നിനക്കെന്താ? അതോ ഈ കടയും റോഡും ഒക്കെ നിന്റെ പോലീസുകാരും ഉണ്ടാക്കിയതാണോ? നിങ്ങളെ ഇവിടെ വെച്ച് കണ്ടത് നന്നായി. ഞാൻ നിന്നോട് രണ്ടെണ്ണം പറയണമെന്ന് കരുതി തന്നെയാ വന്നത്. എന്താ ചെറിയമ്മയ്ക്ക് പറയാനുള്ളത്? എന്റെ മോളൊരു അമ്മയാവാൻ പോവാ. ഈ സമയത്ത് അവളുടെ സ്വസ്ഥത കളയാൻ നീയുവനും അവിടെ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ആ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇറങ്ങണം. പ്രഗ്നൻസി കൺഫേം ആയിട്ട് പോരെ ആന്റി ഈ അഹങ്കാരം? അതേടാ, പ്രഗ്നൻസി കൺഫേം ആണെന്ന് അറിയാത്തത് കൊണ്ടാ ഞങ്ങൾ ക്ഷമിക്കുന്നത്. അതൊന്ന് അറിഞ്ഞോട്ടെ, ഈ ഞാൻ തന്നെ നിന്നെയൊക്കെ പിടിച്ച് പുറത്തു തള്ളും. എന്തിനാ അപ്പച്ചി ഈ റോഡിൽ നിന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനാണോ? ഓ, അയ്യോ, ആരായി പറയുന്നേ? എല്ലാവരെയും നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയതേ നിന്റെ തള്ളയാ. ഇപ്പോഴും നിന്റെ തള്ള കാരണം നാണം കെട്ടാ ഞങ്ങൾ ജീവിക്കുന്നേ. അയ്യോ, മോൾ എന്താ ഗിരിജ, മോശമാണോ? ഈ നാശം പിടിച്ചവന്റെ കൂടെ ഇവള് ചാടിപ്പോയതിന്റെ പേരില് നമ്മൾ കൊറേ നാണം കെട്ടതല്ലേ? അതെ,
എന്നിട്ടവള് പറഞ്ഞത് കേട്ടില്ലേ? ഏതായാലും അഷിയും പൃഥ്വിയും ഹോസ്പിറ്റലിൽ നിന്ന് വരാനുള്ള സാവകാശമേ നിനക്കൊക്കെ കിട്ടും. അത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യാൻ പോന്നെന്ന് നീ കണ്ടോ? നീ വാ ഗിരിജ, ഇവറ്റോളോട് സംസാരിച്ച് വെറുതെ നമ്മുടെ സമയം കളയണ്ട. വാ. ഓ, ഇനി ഇവരെ എങ്ങനെ സഹിക്കും? അഷിത പ്രഗ്നന്റ് എങ്ങാനും ആണെങ്കിൽ രണ്ടുപേരും നിലത്തൊന്നും ആയിരിക്കില്ല. വിട്ടുകള കിരൺ, അതൊന്നും കാര്യമാക്കണ്ട. തനിക്ക് അങ്ങനെയൊക്കെ പറയാം. കടിച്ചു പിടിച്ച് ക്ഷമിച്ചു നിന്നതാ ഞാൻ. സത്യം പറയാലോ, ഇവരുടെ അഹങ്കാരം തീർക്കാനെങ്കിലും ആ പൃഥ്വിയെ പിടിച്ച് അകത്തിട്ടാലോ എന്നാ ഞാൻ ഓർക്കുന്നത്. ഒന്ന് സമാധാനിക്ക്. എല്ലാവരുടെ അഹങ്കാരത്തിനുള്ള മറുപടി ഉടനെ ഉണ്ടാവും. ഇവര് ഇന്ദ്രപ്രസ്ഥത്തിലേക്കാണെന്ന് തോന്നുന്നു. നമ്മൾ കൂടി ഇപ്പൊ അങ്ങോട്ട് ചെന്നാ വീണ്ടും സംസാരവും. തൽക്കാലം നമുക്ക് സ്റ്റുഡിയോയിലേക്ക് പോവാം. ശരി, താൻ കേറ്. പുതിയ തലമുറയിലെ ഇന്ദ്രപ്രസ്ഥത്തിന്റെ അവകാശിയാ നിന്റെ വയറ്റില്. അതെ, സന്തോഷത്തോടെ അകത്തേക്ക് വാ. അതെ, വാ മോളെ, നീയാണ് ഇനി ഇവിടുത്തെ റാണി. കയറി വാ. ഇരിക്കശി. ഞാനേ ഇപ്പൊ വരാം കേട്ടോ. മോളിവിടെ ഇരിക്ക. അശ്വതിക്കിപ്പോ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ മാറിയില്ലേ? ഇപ്പൊ മാറി. എന്നാലും നന്നായി ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. സ്കാനിങ് കഴിഞ്ഞപ്പോൾ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്.